In this video, we are going to discuss about general requirements and GMP consideration for pilot plant and scale-up techniques. It's an important topic from 7th semester B.Pharm Industrial Pharmacy Unit 1, General Consideration including the significance of personal requirements, space requirements and raw materials, etc. So this is the learning objective of this session. By the end of the sessions, learners will be able to understand, describe and write different general requirements for pilot plan and scale up, like reporting facility, personal requirements, space requirement, training, review of the formula, raw material, relevant processing equipments, process production, process evaluation parameter, preparation of master manufacturing procedure, and product stability and uniformity. And also we will discuss about GMP consideration for pilot scale up, pilot plan and scale up procedure. Now we have already discussed about the pilot plan scale up technique in last class, in which we have given an introduction to the pilot plan scale up. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ടെക്നിക് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. In short, let me define this technique which involve reproducible manufacture of an experimental formulation on a high-speed production equipment in a cost-effective manner. It is a part of pharmaceutical industry where the same process used during research and development of dosage form are applied to different output volume that is usually greater than that obtained during research and development. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് പൈലറ്റ് പ്ലാന്റ്, എന്താണ് പ്ലാന്റ്, എന്താണ് സ്കെയിലപ്പ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി സ്കെയിലിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല, ഒരു ഡോസേജ് ഫോമിനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ ആയിട്ട് ലാർജ് സ്കെയിലിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടുള്ള റോ മെറ്റീരിയൽസും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന ലിമിറ്റേഷൻസുകൾ, അവിടെ ഉണ്ടാവാൻ പോകുന്ന സ്കെയിൽ അപ്പ് പ്രോബ്ലംസുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സെമി കൊമേഴ്ഷ്യൽ പ്ലാന്റിനെയാണ് നമ്മൾ പൈലറ്റ് പ്ലാന്റ് എന്ന് പറയാം. ആ സമയത്ത് നമ്മൾ അതിന്റെ ബാച്ച് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെയിലപ്പ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ലബോറട്ടറി സ്കെയിലിൽ നിന്ന് കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ്ങിലോട്ട് പോകുന്നതിന്റെ ഇടയിലുള്ള ഈ ഒരു ഫെസിലിറ്റിനെയാണ് നമ്മൾ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനറൽ റിക്വയർമെന്റ്സിനെ കുറിച്ചും GMP കൺസിഡറേഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. അതല്ലാതെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളൊന്നും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാറില്ല. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ജനറൽ റിക്വയർമെന്റ്. വി വിൽ ഡിസ്കസ് വൺ ബൈ വൺ. സോ ഫസ്റ്റ് വൺ ഈസ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. So the main objective of any pilot plan and scale-up procedure is to facilitate the transfer of product from the laboratory into the production. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാബിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം എഫക്റ്റീവ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം എങ്ങനെ അല്ലെങ്കിൽ ആ പൈലറ്റ് പ്ലാൻ അതിന്റെ എഫക്റ്റീവ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് by the ease with which the new product process is brought into routine production. നോർമൽ ആയിട്ട് റൂട്ടീൻ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര ഈസി ആയിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. Now, what is the importance of this reporting responsibility? We know in an research and development lab or in an pilot scale-up lab, or in case of manufacturing area or industry, there are different departments like research and development, processing, packaging, engineering, quality assurance, quality control, regulatory and packaging, etc. So in order to get an optimum or a specified product, there should be a good relationship between this pilot plan group as well as other group which is working in an
industry. And of course, the formulator who is formulated the formula or dosage form, who developed the product, he is the responsible person uh, that is making into a product or making into a production. So the formulator must continue to provide support to other department even after the transition into the production has been completed. ഇപ്പോൾ ഒരു ലാബ് സ്കെയിലിൽ ഒരു F&D ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് റിസർച്ചിലുള്ള ഒരു ഫോർമുലേറ്റർ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഡോസേജ് ഫോം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ പൈലറ്റ് പ്ലാന്റും അതിന്റെ സ്കെയിലപ്പ് ഒക്കെ കഴിഞ്ഞ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാലും ഈ റിപ്പോർട്ടിംഗ് ഇതെല്ലാം റിപ്പോർട്ട് വഴിയാണ്, അതെല്ലാം ഓറലി ആയിരിക്കില്ല അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ എവറി സ്റ്റെപ്പ് ഷുഡ് ബി റിപ്പോർട്ടഡ്. ആ റിപ്പോർട്ടിങ്ങിൽ തന്നെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മസ്റ്റ് എക്സിസ്റ്റ് ഇൻ ഓർഡർ ടു get an optimum production from an manufacturing industry. Okay, so that is the first consideration, general consideration, reporting facility. Next one is personal requirement. So the next consideration is the person who are working in the pilot plant scale up area or in that setup. So he must have some kind of qualification. He should be with a good theoretical knowledge on blending. So most of the pharmaceutical preparations are based on the mixing. It will start with the mixing of excipient with other active pharmaceutical ingredients. So he must have a good theoretical knowledge of the mixing or blending. He should have a knowledge about the pharmaceutical. He should have a pharmaceutical industry experience, especially in case of production area, about the formulation process and different equipments used. And he should have an ability to develop good relationship with other personnel. That is also important. He must be a well theoretically knowledge person. He must have some kind of experience. So if we don't have any kind of this relationship skill, the cooperation between these workers will be very very poor. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റിയിലും അതിന്റെ സ്പെസിഫിക്കേഷനിലും ഒക്കെ മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ദ പേഴ്സൺ ഹു ആർ വർക്കിംഗ് ഇൻ ദ pilot plant scale up area should have good communication in writing as well as speaking. That is also important in order to give some report or in order to convey his ideas as well as suggestions and other things. He must have a good communication skill, and he should able to understand the intent of the formulator and perspective of the production person. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും ഫോർമുലേറ്റർ എന്താണ് ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഡോസേജ് ഫോം കൊണ്ട് ഉദ്ദേശിച്ചത്, എന്ത് പെർപ്പസിനാണ്. ചില സമയത്ത് ഫോർമുലേറ്റർ ഒരു ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക, അത് കോളൻ ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, എൻഡറി കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ എൻഡറി കോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ റിലീസ് ചെയ്യിക്കാതിരിക്കുക, അതാണ് ഈ ഒരു ഫോർമുലേറ്ററിന്റെ ഇന്റന്റ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ. And the person who are working should have minimum knowledge in engineering, electronics as well as computer knowledge. Engineering knowledge is as well as scale up, as well as the scale up also involved in the engineering principle. And the knowledge of basic physics, chemical and biochemical and medical attribute of the dosage must be there for the personal requirement who are working either. And he must be aware of the principle of good manufacturing practices and the individual responsibility or the worker who are working in this area. Everyone has their specific responsibility, so it should be clearly understood by the individual and that must be recorded. In case of GMP, one of the important aspect is documentation. We cannot consider anything which we are used to say by verbally. നമ്മൾ വാക്കാൽ പറയുന്ന സാധനങ്ങളൊന്നും GMP ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞ സമയത്ത് റിപ്പോർട്ടിംഗ് ഫെസിലിറ്റി പറഞ്ഞു, ഇതിലുള്ള എല്ലാ സാധനവും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പേഴ്സണൽ റിക്വയർമെന്റിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതാത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതും
അവരത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. Okay. Now coming to the third requirement, that is the space requirement. So we can divide the requirement into four areas. First one is administration and information area. So in this area, we should provide adequate office as well as desk space for both scientists as well as technician. അവിടെ സയന്റിസ്റ്റുകൾ ഉണ്ടാവും, ടെക്നീഷ്യൻസുകൾ ഉണ്ടാവും, നോർമൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെസ്ക് സ്പേസുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് ടു ദ വർക്കിംഗ് ഏരിയ. എവിടെയാണോ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിന്റെ വർക്ക് നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത് അവർക്ക് ഇത് സാധനം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ ടെസ്റ്റിംഗ് ഏരിയ. സോ ദർ വിൽ ബി സം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് in between as well as after the pilot plant scale up procedure. So there should be a permanent benchtop space for routine physical testing of the experiment for this kind of procedures. And third one is there should be a standard equipment as well as space floor. That is the third space requirement. So we have to consider an pilot plan in a manner while building the pilot plans setup, or while conforming the layout, we should give sufficient space or specified space must be there for free installation, operation and easy of maintenance of the equipments. ഇപ്പൊ നമ്മൾ ലാബ് സ്കെയിലിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ എക്യുപ്മെന്റ്സുകളായിരിക്കും പൈലറ്റ് പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് we have to keep in mind that there should be sufficient specified space for each equipments. അത് അറേഞ്ച് ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും ഫ്രീ സ്പേസ് ഉണ്ടാവണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് വൈൽ യൂസിങ് the equipments, intermediate size as well as full scale production equipment is essential for evaluating the effect of scale up of research formulation. ഇപ്പൊ നമ്മൾ ലാബ് സ്കെയിലിൽ നിന്ന് മാറി കൊമേഴ്ഷ്യൽ സ്കെയിലിലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു അതിന്റെ ഗ്യാപ്പിലുള്ള ഒരു ഫെസിലിറ്റിയാണ് പൈലറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ലാബ് സ്കെയിലിനേക്കാളും കൂടുതലായിട്ടുള്ള സൈസ് ഉള്ളതായിരിക്കണം. എന്നാൽ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷന്റെ അതുപോലെ തന്നെ എഫിഷ്യൻസി കാണിക്കുന്നതായിരിക്കണം. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ എക്യുപ്മെന്റ്സ്, ബിക്കോസ് അതൊരു പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് വേണ്ട സാധനമാണ്. എങ്കിലും നമ്മളെ സ്കെയിൽ പ്രോസസ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു equipments ആയിരിക്കണം. ആൻഡ് equipment while selecting an equipment for pilot plan we should go for an portable type of equipments. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ പൈലറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് സെറ്റപ്പ് അല്ല അല്ലെ. കാരണം ഒരു റിസർച്ച് നടന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് പൈലറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റിസർച്ച് കഴിഞ്ഞ് അത് പ്രൊഡക്ഷൻ റൂട്ടീൻ ആയിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു റിസർച്ചിനായിരിക്കും ഈ ഒരു ഫെസിലിറ്റി വേണ്ടി വരാം. ആ സമയത്ത് ഈ ഒരു എക്യുപ്മെന്റ്സ് നമുക്ക് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടബിൾ ടൈപ്പ് ആണ് എപ്പോഴും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഓഫ് കോഴ്സ് വി ഷുഡ് ഗിവ് സഫിഷ്യന്റ് സ്പേസ് ഫോർ ക്ലീനിങ് ഓഫ് ദ എക്യുപ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദിസ് ഏരിയ. ആൻഡ് ലാസ്റ്റ് വൺ, സ്റ്റോറേജ് ഏരിയ. സോ we have to store the active pharmaceutical ingredient, equipments, different excipients used, and also we will get some kind of product after the process. So there should be different area should be provided for storage of process material, finished bulk products from the pilot plant, material from the experimental scale-up batch made into the production, and retained sample, experimental production batch, packaging material, and also we should divide this area into approved as well as unapproved area for the active ingredient as well as excipient according to the good manufacturing practice. And there should be a controlled environment. Space should be allocated for the storage of stability samples. So these are the different space requirement for an pilot plant scale up. Now coming to the fourth requirement of general requirement of pilot plant scale up, training. So as the part of GMP, it is very important to give training for who are working in the different areas of pilot plant. So the various departments are responsible for compiling the GMP.
including engineering, quality control, material handling, warehouse and distribution and purchasing. So based on the depending on the complexity of this job, each person involved in the manufacturing process, packaging, loading of the drugs must have received GMP and other specific training. So we can divide these employees into three categories for training. First one is the employee who joined newly or recently joined, new employees, so to whom we have to give training. And there will be some employees who have assigned with a new job. അതുവരെ വേറൊരു ജോബ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്, പെട്ടെന്നൊരു ജോബ് ചേഞ്ച് വരുന്നു, അവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ആൻഡ് സം എംപ്ലോയി ഹു ആർ പെർഫോമിംഗ് എ ടാസ്ക് ഫാൾ ബിലോ ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്. കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ അവരുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച ഒരു സ്റ്റാൻഡേർഡിനെക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് നിർബന്ധമായിട്ടും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നൗ all the employee should get trained following activity as per the GMP. ലൈക്ക് ടെക്നിക്കൽ എൻവിറോൺമെന്റ്, എന്തൊക്കെയാണ് അവിടെയുള്ള ഫെസിലിറ്റി, അപ്പൊ അതിന് വേണ്ട ടെക്നിക്ക് കൊടുക്കുന്ന ആ ഒരു എൻവിറോൺമെന്റിലുള്ള ട്രെയിനിങ്സുകൾ കൊടുക്കണം. വി ഹാവ് ടു ഗീവ് ട്രെയിനിങ് വിത്ത് ഡീലിംഗ് വിത്ത് പൊട്ടന്റ് ആസ് വെൽ ആസ് ഡേഞ്ചറസ് കെമിക്കൽസ്. ഏതെങ്കിലും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്, പൊട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ, അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം. വി ഹാവ് ടു ഗീവ് ട്രെയിനിങ് ഫോർ വർക്കിംഗ് വിത്ത് ദ സിസ്റ്റം ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വെയിറ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ബിക്കോസ് നമുക്ക് കിട്ടുന്ന ഒരു ഡോസേജ് ഫോമിൽ യൂണിഫോം ആയിട്ടുള്ള ഡ്രഗ് കണ്ടന്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഫോർ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റെപ്പ് തൊട്ട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെയും എക്സിപ്പിയന്റിന്റെ ഒക്കെ വെയിറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ ട്രെയിനിങ് കൊടുക്കണം. ചെക്കിംഗ് ഓഫ് മാനുഫാക്ചറിങ് സ്റ്റെപ്പ്, കണ്ടെയ്നർ, എക്യുപ്മെന്റ്സ് ആൻഡ് ഡ്രൈയിങ് റാക്സ്. അപ്പൊ ഇതൊക്കെ ഓരോ പ്രോസസ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്റ്റെപ്സുകളും പ്രോസസ്സുകളും പാരാമീറ്റേഴ്സുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഐഡന്റിഫിക്കേഷൻ, ട്രെയിനിങ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പാക്കേജിങ്, ട്രെയിനിങ് ഫോർ പ്രോപ്പർ സ്റ്റോക്ക് റൊട്ടേഷൻ ഓഫ് ദ സിസ്റ്റം. പല രീതിയിലുള്ള സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പയറി ഔട്ട്പുട്ട് എന്നൊക്കെ രീതിയിൽ നമ്മൾ എക്സിപ്പിയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അപ്പൊ അതിലൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ട്രെയിനിങ് ഫോർ റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി വാലിഡേഷൻ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഫോർ training. Now coming to the fifth requirement for pilot plant scale up, that is review of the formula. So in every step the thorough review of each aspects of the formulation is very very important. So what is the importance of this review of the formula? The purpose, we should aware about the purpose of each ingredient and its contribution into the final product manufactured on small scale equipment must be thoroughly understood. നമ്മളൊരു ലാബിൽ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈച്ച് ഇൻഗ്രീഡിയന്റിന്റെ റോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് വി ഷുഡ് ആൾസോ must known about the effect of scale up using the equipment that may subject to the product to stress of different types of and degree can readily to be predicted or recognized. ഇപ്പൊ ലാബ് സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്ത സമയത്ത് ചില എക്സിപ്പിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് സ്കെയിലപ്പിലോട്ട് മാറ്റുന്ന സമയത്ത് കുറച്ചും കൂടിയും ബാച്ച് നമ്പർ കൂട്ടുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ സ്കെയിലപ്പിന്റെ സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും പോളിമറിനോ എക്സിപ്പിയൻസിനോ പ്രോസസ്സിനോ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസുകൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നതിൽ നമുക്ക് മോഡിഫിക്കേഷൻ അലൗഡ് ആണ്. ഫേസ് 2 ട്രയൽ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആ ഒരു സ്കെയിലപ്പിന്റെ സമയത്താണ് നമുക്ക് മനസ്സിലായത് നമ്മളെ ഫോർമുലയിൽ ചില മോഡിഫിക്കേഷൻസുകളൊക്കെ ആവശ്യമാണ്. സോ വി ക്യാൻ ഡു ഇൻ ഫേസ് 2 ട്രയൽ ടൈം. ബിക്കോസ് ഫേസ് 2 കഴിഞ്ഞിട്ട് ഒരു ഫേസ് 3യും കൂടി നടക്കാനുണ്ട് ഫോർ കൺഫർമേഷൻ ആസ് വെൽ ആസ് സേഫ്റ്റി ഓഫ് ദ ഡ്രഗ് ഇൻ ഹ്യൂമൻ സബ്ജക്ട്സ്. അത് കഴിഞ്ഞിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഡാറ്റ കിട്ടാൻ വേണ്ടി. കാരണം ഫേസ് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്താണെന്നുള്ളത് അറിയാത്ത ആൾക്കാർ ആ വീഡിയോ നിർബന്ധമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എന്താണ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ്, എവിടെയാണ് NDA അപ്ലിക്കേഷൻ വരുന്നത്, IND അപ്ലിക്കേഷൻ വരുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ് 2ലെങ്കിലും മോഡിഫിക്കേഷൻ നടത്തിയിരിക്കണം. ഫേസ് 3ലോട്ട് പോകാൻ പാടില്ല. ഫേസ് 2ന്റെ മുന്നേ ആയിട്ട് മോഡിഫിക്കേഷൻ നടത്തി ആ മോഡിഫിക്കേഷൻ കാരണമുള്ള പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഡാറ്റ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവുന്ന സമയത്ത് മോഡിഫിക്കേഷൻ അലൗഡ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ സിക്സ്ത് റിക്വയർമെന്റ് ഫോർ pilot plant scale up, that is the raw material. So the approval and validation of active as well as excipient raw material is the one of the responsibility of pilot plant scale up. കാരണം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു പോളിമർ അതൊരു മാനുഫാക്ചറിങ് ലെവലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ഒരു നേച്ചർ ആയിക്കോളണം എന്നില്ല. ലാർജ് ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട്, ലാർജ് എമൗണ്ട് ഓഫ് എക്സിപ്പിയന്റ് യൂസ് ചെയ്തിട്ട് ഒരു പൈലറ്റ് സ്കെയിലപ്പിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്, ഇറ്റ് മെ നോട്ട് ബി ദ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ലാർജ് വോളിയം ഷിപ്മെന്റ് മെറ്റീരിയൽ due to the change in the raw material property like particle size, shape, morphology, bulk density, static charge, rate of solubility, flow property and color. അപ്പോൾ ലാബ് സ്കെയിലിൽ എടുക്കുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ചിലപ്പോൾ നമുക്കൊരു 100 ഗ്രാം വരെയുള്ള സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോർമുലേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളൊരു പൈലറ്റ് സ്കെയിലപ്പിലോട്ട് വരുന്ന സമയത്ത് കിലോഗ്രാമിനുള്ള സാമ്പിൾ ആയിരിക്കും എടുക്കുക. പക്ഷെ അത് കൊമേഴ്ഷ്യലിലോട്ട് വരുന്ന സമയത്ത് 10 ഗ്രാം അല്ലെങ്കിൽ 10 വെയിറ്റ് ഒക്കെ വരുന്ന എക്സിപ്പിയൻസും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരും. സോ ഇറ്റ് മേ നോട്ട് ബി ദ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ മെറ്റീരിയൽ വിച്ച് വി ഹാഡ് യൂസ്ഡ് ഇൻ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലാബ് സ്കെയിൽ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ചാൻസ് വരാനുള്ള ചാൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ വി ഷുഡ് അറേഞ്ച് സം ആൾട്ടർനേറ്റീവ് സപ്ലയർ ആസ് എൻ സ്റ്റാൻഡ് ബൈ വിച്ച് മസ്റ്റ് ബി വാലിഡേറ്റ് ദ ബാച്ച് ഫോർ ദ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്. നമ്മൾ ഒരേ സമയം ഒരു 2 സപ്ലയർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ വാലിഡേറ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. നെക്സ്റ്റ് റിക്വയർമെന്റ് റെലവന്റ് പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സ്. നമ്മൾ ലാബ് സ്കെയിലിൽ നിന്ന് കൊമേഴ്ഷ്യൽ സ്കെയിലോട്ട് മാറുന്നതിന് മുന്നേ ഉണ്ടാവുന്ന സ്കെയിലപ്പിലുള്ള എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് we have to consider its economical and its the complexity of the equipments and efficiency of the equipments. We must choose most economical equipments in case of installation, in case of handling, in case of cleaning as well as maintenance, and it must be simplest as much as possible, and it must be efficient equipment also. ഇപ്പോൾ അത് നമുക്ക് വിചാരിച്ച ഒരു ഈൽഡ് തരുന്ന സാധനമായിരിക്കണം, സിംപിളസ്റ്റ് സാധനമായിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്യാന്, ഹാൻഡിൽ ചെയ്യാന്, ക്ലീൻ ചെയ്യാന്, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ കുറഞ്ഞ സാധനമായിരിക്കണം. ആൻഡ് ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദ പ്രൊപ്പോസ്ഡ് സ്പെസിഫിക്കേഷൻ. നമുക്ക് എന്താണോ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അതിന്റെ ഉള്ളിൽ വരുന്നതുമായിരിക്കണം. ആൻഡ് ദ സൈസ് ഓഫ് ദിസ് എക്യുപ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. If it is too small, like we are using in the research lab, R&D ലാബിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ there will not be any kind of scale up. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന അതേ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് തന്നെ സ്കെയിൽ അപ്പ് പ്രോസസ്സും പൈലറ്റ് പ്ലാന്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്കെയിൽ അപ്പ് എന്നുള്ളതും സ്കെയിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്താണെന്നുള്ള സ്റ്റഡി ഒന്നും നടക്കുന്നില്ല. ലാബിൽ എന്താണോ ചെയ്തത് അത് തന്നെയായിരിക്കും ചെയ്യുക. If you are using too big as that of we are using in an industry, there will be wastage of expensive active pharmaceutical ingredients as well as excipients. So we have to use some kind of equipments in between these two. It should not be too small, it should not be too big. അതായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. Now coming to the 8th requirement for pilot plant scale up is production right. We must aware about the market need of our product, competition in the market. ഇതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് നമ്മൾ ഈ ഒരു മാനുഫാക്ചർ ചെയ്ത സാധനം മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന സമയത്ത് we should aware about the immediate and future market requirement that must be considered for the determination of production right, size and type of equipment required. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് വേണ്ട നമുക്ക് എത്ര സമയം കൊണ്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ കൊടുക്കണം, ഏത് ടൈപ്പ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രൊഡക്ഷൻ റേറ്റ് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച്. ആൻഡ് സെലക്ഷൻ ഓഫ് പ്രോസസ് ആൻഡ് എക്യുപ്മെന്റ് ടു പ്രൊഡ്യൂസ് ബാച്ച് അറ്റ് ആൻഡ് ഫ്രീക്വൻസി നീഡഡ് ഫോളോയിങ് കൺസിഡറേഷൻ ദാറ്റ് ആർ ടൈം റിക്വയർഡ് ടു ക്ലീൻ ആൻഡ് എക്യുപ്മെന്റ്സ് ബിറ്റ്വീൻ ദ ബാച്ച്. ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഫെസിലിറ്റി ക്ലീൻ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും. കാരണം മാർക്കറ്റിൽ പെട്ടെന്ന് സാധനം എത്തണമെന്നുണ്ടെങ്കിൽ ഈ ടൈം വളരെ കുറക്കാൻ പറ്റണം. സെക്കൻഡ് ഫാക്ടർ
പ്രൊഡക്റ്റ് ലോസ് ഇൻ ദ എക്യുപ്മെന്റ്സ്. ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞ്, ഒരു ബാച്ചിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് സെയിം എക്യുപ്മെന്റ് യൂസ് ചെയ്ത് രണ്ടാമത്തെ ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് കുറേയധികം സാധനങ്ങൾ എക്യുപ്മെന്റ്സിന്റെ അകത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഉണ്ടാവും. അതിന്റെ എത്രത്തോളം ലോസ് വരുന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ, ആൻഡ് നമ്പർ ഓഫ് ബാച്ച് ദാറ്റ് നീഡ് ടു ബി ടെസ്റ്റഡ് ബിഫോർ റിലീസിങ് ഓഫ് ദ പ്രൊഡക്റ്റ്. എത്ര ബാച്ച് പെട്ടെന്ന് അതിന്റെ ക്വാളിറ്റി കൺട്രോൾസ് ടെസ്റ്റുകൾ ചെയ്ത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എത്ര ബാച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Now coming to the process evaluation parameter, one of the important things in pilot plant scale up, because നമ്മൾ പറഞ്ഞു എന്തിനാണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ചെയ്യുന്നത്. ലാബ് സ്കെയിലിൽ നമ്മൾ ഇത്രയും സമയം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോർമുലനെ കൊമേഴ്ഷ്യൽ ലെവലിലോട്ട് മാറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസുകൾ, ഈ നമ്പർ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്താണ്, പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസുകൾ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വി ഹാവ് ടു ക്രിട്ടിക്കലി എക്സാമിൻ ഡിഫറെന്റ് പ്രോസസ് ഇവാലുവേഷൻ, ലൈക്ക് ഓർഡർ ഓഫ് അഡിഷൻ ഓഫ് ദ കമ്പോണന്റ്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓഫ് ടാബ്ലറ്റ് നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വെറ്റ് ഗ്രാനുലേഷൻ മെത്തേഡാണ്. ഇപ്പൊ നമ്മൾ അതിൽ ആദ്യം ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആണോ ആഡ് ചെയ്യേണ്ടത്, അതല്ല എക്സിപ്പിയൻ പോളിമർ ആണോ ആഡ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ആ മിക്സിംഗ് പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സിപ്പിയൻസ് വിത്ത് പോളിമർ എടുക്കണം, അതിലോട്ട് പ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ്ങിന്റെ കൂടെ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ മിക്സിംഗ് സ്പീഡ് ആൻഡ് ടൈം. എത്ര സമയം നമ്മൾ മിക്സ് ചെയ്യണം, എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ മിക്സിംഗ് ബയോടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഹയർ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ മിക്സിംഗ് നടക്കില്ല, ലോവർ സ്പീഡിലാണെങ്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ആൻ ഒപ്റ്റിമം RPM, ആൻഡ് അതിനനുസരിച്ചിട്ടുള്ള ഡിപ്പെൻഡിങ് ഓൺ ദ ബൾക്ക് ഓഫ് ദി മെറ്റീരിയൽ വി ഹാവ് ടു ഫിക്സ് ദ ടൈം ആൾസോ. ദ റേറ്റ് ഓഫ് അഡിഷൻ ഓഫ് ഗ്രാനുലേറ്റിംഗ് ഏജൻസ്, എത്ര കിലോഗ്രാം ആണ് നമ്മൾ പോളിമർ എടുത്തിട്ടുള്ളത്, അതിലോട്ട് എത്ര റൈറ്റിൽ എത്ര സ്പീഡിൽ നമ്മൾ granulating agent add ചെയ്യണം. If any formulation of or production of liquid or other preparation is there, sometime we require heat and cool the facility. So what is the rate of heating and cooling? If in case of liquid orals, what is the size of the filter which is used for clearing the solution after mixing the excipients for and liquid dosage forms? Then type and nature of the filter media used for the liquids. സ്ക്രീനിങ് സൈസ് ഫോർ സോളിഡ്. അപ്പോൾ ഗ്രാന്യൂൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സീവിന്റെ സൈസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈയിങ് ടെമ്പറേച്ചർ ആൻഡ് ടൈം, ഇൻ കേസ് വെറ്റ് ഗ്രാനുലേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ വെറ്റ് സീവിങ് വി ഹാവ് ടു ഗോ ഫോർ ഡ്രൈ സ്ക്രീനിങ്, റൈറ്റ്? അപ്പോൾ നമ്മൾ അതിൽ ടെമ്പറേച്ചർ എത്ര ഡ്രൈയിങ് ടെമ്പറേച്ചർ കൊടുക്കണം, എത്ര ടൈം കൊടുക്കണം. കോട്ടിങ് പോലെയുള്ള പ്രോസസ് ആണെങ്കിൽ അതിന്റെ ഫാനിന്റെ സ്പീഡ് എത്ര കൊടുക്കണം. സോ വി ഹാവ് ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വാട്ട് ഈസ് ദ ഒപ്റ്റിമം range of these variables, what is the optimum RPM, what is the optimum temperature. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ, ഇതാണ് ക്രിട്ടിക്കലി അല്ലെങ്കിൽ കൺട്രോൾ വേരിയബിൾസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെ ക്രിട്ടിക്കലി അസസ് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ, കൊമേഴ്ഷ്യൽ സിസ്റ്റത്തിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ റേറ്റ് വെച്ചിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രോസസ് ഇവാലുവേഷൻ. സോ നമ്മൾ കൺട്രോള്, അതിന്റെ ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ ഇട്ടുമ്പോൾ ചെയ്തു. ഇനി ഒരു പ്രോസസ്സ് നമ്മൾ ഡിസൈൻ ചെയ്തു, പൈലറ്റ് സ്കെയിലപ്പിന് ഇത്ര റേറ്റിൽ ഇത്ര വോളിയം എടുത്ത് ഇത്ര ടൈം എടുത്ത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. So the basis of process optimization and validation is the knowledge on the effect of previously mentioned parameter on the process and finished quality. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേയധികം പാരാമീറ്റേഴ്സ് പറഞ്ഞ അഡിഷൻ, സ്പീഡ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ആഡിങ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ്, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിന്റെ എഫക്റ്റ് എന്താണ് എന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The objective of process evaluation is to ensure the selected process could able to produce quality product at various critical stage of production. This will be possible only by critical monitoring within the batch variation of measurable parameters like content uniformity, moisture content and compressibility. So ഇതില് ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ആ പ്രൊഡക്റ്റ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന കൺട്രോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സിനൊന്നും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ പിന്നെ റീപ്രോസസ് ചെയ്യാതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ
ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ഫോർമുലേറ്റീവ് ഫാർമസിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടന്റ് യൂണിഫോമിറ്റി, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻ ബിറ്റ്വീൻ സാമ്പിൾ എടുത്ത് ചെയ്യണം, മോയിസ്ചർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യും, കംപ്രസിബിലിറ്റി ചെക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിലെല്ലാം എഫക്ട് ചെയ്യുന്ന കുറേ അധികം ഫാക്ടേഴ്സുകൾ ഉണ്ട്. മില്ലിംഗ്, മിക്സിംഗ്, ഹീറ്റിംഗ്, കൂളിംഗ്, ഡ്രൈയിങ്, സ്റ്റെറിലൈസേഷൻ, കോമ്പാക്ടിങ്, ഫില്ലിംഗ്. All these are some of the critically controllable factors which will affect the quality of the final product. അപ്പോൾ ഈ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ബാച്ച് നമ്പർ കൂട്ടുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സിംഗ് പ്രോസസ്സ്, ഹീറ്റിംഗ് പ്രോസസ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊസീജിയർ. So in order to perform any kind of production in an industry, we have to prepare a master manufacturing procedure. So അതിൽ നമ്മൾ വെയിറ്റ് ഷീറ്റ് അതിൽ കറക്റ്റ് ആയിട്ട് we have to clearly identify the chemical required for the batch. We have to use some name and identify number of the ingredient to prevent the confusion in the master manufacturing procedure. Now whatever the direction we are giving for an process must be precise and explicit, and it should be written by actual operator. ആരാണോ അവിടെ വർക്ക് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ഒരു പ്രൊസീജിയർ എഴുതി വെച്ചിട്ട് വേറെ ആളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത് നടക്കൂല. ആരാണോ ഈ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിൽ ഈ സാധനങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവർക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. ഓപ്പറേറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഇത്ര റേറ്റിൽ മിക്സ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രഗ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. സോ വാരിയസ് സ്പെസിഫിക്കേഷൻ ലൈക്ക് റേറ്റ്, അഡിഷൻ റേറ്റ്, mixing time, mixing speed, heating, cooling rate, temperature, storing of the finished product, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സ്പെസിഫിക് ആയിട്ടുള്ള റേഞ്ചസ്, ഒപ്റ്റിമം വാല്യൂസുകളൊക്കെ നമ്മൾ അതാത് ബാച്ചിന്റെ സൈസിനനുസരിച്ച് മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊസീജിയറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൽ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും ഒരു മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊസീജിയറിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. So first one is chemical weight sheet. So we should have an identification of chemical. ഏതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്, ഏതാണ് എക്സിപ്പിയൻ, അതിനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ we have to mention the quantity of chemical to be added. ഒരു ബാച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം ടാബ്ലറ്റ് ഉണ്ടാക്കേണ്ട ഒരു പ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ആ 10 ലക്ഷം ടാബ്ലറ്റിന് എ എന്ന് പറയുന്ന ഒരു എക്സിപ്പിയന്റ് എത്ര കിലോഗ്രാം എടുക്കണം എന്നുള്ളത് അതിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ള കെമിക്കൽ, അതിന്റെ ക്വാണ്ടിറ്റി നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർഡർ ഓഫ് കെമിക്കൽ ടു ബി ആഡഡ്, ഏത് എ ആണോ ബി ആണോ എക്സ് ആണോ ആദ്യം ആഡ് ചെയ്യേണ്ടത്, ആ ഓർഡർ നിർബന്ധമായിട്ടും ഈ പറയുന്ന മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊസീജിയറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ കൺഫ്യൂഷൻ, ഇൻസ്റ്റെഡ് ഓഫ് giving the name of chemical, we have to use the name and identification number to avoid the confusion in this master manufacturing procedure. Now second thing which is there in the master manufacturing procedure, process or manufacturing direction. So there should be an process direction and it must be precise and explicit. It must be written by in a simple manner which should be easily understandable by the operator who are working in this each equipments. And sampling direction. So for an in-process quality control, what are the time of sampling, how the manner of sampling of finished product, ഇതെല്ലാം നമ്മൾ റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. Then we should document and batch record direction. So the batch record direction should include specification or addition of addition rates, mixing time, mixing speed. അപ്പോൾ ഓരോ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റേറ്റ് എത്ര RPM-ലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിക്സ് ചെയ്യേണ്ടത്, എത്ര സ്പീഡിലാണ് അത് മിക്സ് ചെയ്യേണ്ടത്, എത്ര ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം, എത്ര ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യണം, അത് എത്ര സമയം കൊണ്ടാണ് ആ ടെമ്പറേച്ചർ കൂട്ടേണ്ടത് കുറക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇൻ പ്രോസസ് സ്പെസിഫിക്കേഷൻ must mention the simple and easy access specification for easy understanding of operator. അപ്പോൾ നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് ഈ ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ നടത്തുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് ഇത്ര വേണം,
അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഇത്ര വേണം, ഹാർഡ്നെസ് ഇത്ര വേണം എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ ഈ ടൈം ഇന്റർവെൽസിൽ സാമ്പിൾ എടുത്ത് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ പ്രോസസ് സ്പെസിഫിക്കേഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് മാസ്റ്റർ മാനുഫാക്ചറിങ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷന്റെ കേസിൽ ഡ്രഗ് ഇൻ ഡോസ് സ്പെസിഫൈഡ്, ഒരു ഡോസേജ് ഫോമിൽ എത്ര ഡ്രഗ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡ്രഗ് കണ്ടന്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രൊഡക്റ്റ്, എത്രയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ്, കാപ്പബിലിറ്റി ഓഫ് ദ പ്രോസസ്, ഈ പ്രോസസ്സ് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം പ്രൊഡക്റ്റ് കിട്ടും, ആ കിലോഗ്രാം പ്രൊഡക്റ്റിൽ എത്രത്തോളം നമ്മളെ റേഞ്ചിലുള്ള സ്പെസിഫിക്കേഷൻ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. ദെൻ റിലയബിലിറ്റി ഓഫ് ടെസ്റ്റ് മെത്തേഡ്, ഇഫ് ദർ ഈസ് എനി ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്, ആ ഒരു ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ് എത്രത്തോളം റിലയബിൾ ആണ്, സ്റ്റെബിലിറ്റി കൈനറ്റിക്സ്, ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആൻഡ് ഫൈനലി ദ പ്രൊഡക്റ്റ് സ്റ്റെബിലിറ്റി ആൻഡ് യൂണിഫോമിറ്റി. ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റിയും യൂണിഫോമിറ്റിയും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരേ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ബാച്ചിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും അതിലുള്ള ഡ്രഗ് കണ്ടന്റും അതിന്റെ ഹാർഡ്നെസ്, അതിന്റെ വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി must be equal അല്ലെങ്കിൽ യൂണിഫോം. ഹെൻസ് അതെല്ലാം the pilot plan represent the final formulation and manufacturing procedure should be studied for the stability in case of pilot plan setup, and stability studies should be carried out in finished package as well as raw material. In between ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് നമ്മൾ നടത്തേണ്ടതുണ്ട്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് നടത്തേണ്ടതുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ജനറൽ റിക്വയർമെന്റ് ഓഫ് ദി pilot plan scale up. Now coming to the GMP consideration, ഒരു ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് പ്രകാരം ഈ ജനറൽ റിക്വയർമെന്റിൽ നിർബന്ധമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ദർ മസ്റ്റ് ബി ആൻ ചെക്ക് ലിസ്റ്റ് ഓഫ് GMP item that should be the part of scale up or a new product or process introduction, which include equipment qualification. So whatever equipment we are going to use for pilot plan scale up, we have to qualify for installation qualification, മെയിൻ്റനൻസ് ക്വാളിഫിക്കേഷൻ ആസ് വെൽ ആസ് അതിന്റെ വർക്കിംഗ് ക്വാളിഫിക്കേഷൻ. ഈ 3 ക്വാളിഫിക്കേഷൻസുകളും ഒഫീഷ്യലായിട്ട് അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ പ്രോസസ് വാലിഡേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര റേറ്റിൽ, എത്ര സ്പീഡിൽ, എത്ര ടെമ്പറേച്ചറിൽ ഈ പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അത് നമ്മൾ വാലിഡേറ്റ്, അതിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മളെ കയ്യിലുണ്ടാവണം. റെഗുലേറ്ററി ഷെഡ്യൂൾ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, നിർബന്ധമായിട്ടും വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ലെങ്കിലും അവിടെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കണം, അവിടെ ഫെസിലിറ്റിയിലാണെങ്കിലും എക്യുപ്മെന്റ്സിലാണെങ്കിലും. റെഗുലർ പ്രോസസ് ഓഫ് റിവ്യൂ ആൻഡ് റീവാലിഡേഷൻ, നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിന് റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം, അത് ആവശ്യമെങ്കിൽ റീവാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റെലവെന്റ് റൈറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, എന്ത് പ്രോസസ്സ് നടക്കുകയാണെങ്കിലും എന്ത് എക്യുപ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. യൂസ് ഓഫ് കോമ്പീറ്റന്റ് ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സണൽ, ദാറ്റ് ഈസ് മസ്റ്റ് ഫോർ GMP. ആരെങ്കിലും വർക്ക് ചെയ്താൽ പോരാ, ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള എല്ലാ കാലിബറും ഉള്ള കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസ് വർക്ക് ചെയ്തിരിക്കണം. അഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഓഫ് ദ പേഴ്സണൽ, നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു അഡ്വാൻസ്മെന്റ് നമ്മൾ പൈലറ്റ് സ്കെയിലപ്പിൽ കൊണ്ടുവരാണ്, പുതിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവരാണ്, ആ എക്യുപ്മെന്റിനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാർക്കും അവിടെയുള്ള പേഴ്സണൽസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എ വെൽ ഡിഫൈൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ സിസ്റ്റം ഷുഡ് ബി ദർ. ഒരു IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഭാഗമായിട്ട് പാറ്റന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് അത് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള ആ കമ്പനിക്ക് അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ ഈ ടെക്നോളജി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അതിനൊരു വെൽ ഡിഫൈൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ടായിരിക്കണം. വാലിഡേറ്റഡ് ക്ലീനിങ് പ്രൊസീജിയർ ഷുഡ് ബി ദർ. എല്ലാ പ്രോസസ്സിന്റെ ഇടയിലും ക്ലീനിങ് പ്രൊസീജിയറുകൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറേഞ്ച്മെന്റ് ഓഫ് മെറ്റീരിയൽ ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ ഷുഡ് ബി ദർ. സോ ദീസ് ആർ ദ സം ഓഫ് ദ GMP കൺസിഡറേഷൻ ഫോർ പൈലറ്റ് പ്ലാൻ സ്കെയിൽ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഡിവിഷൻസിലുള്ള എല്ലാവർക്കും അവിടെയുള്ള സ്കെയിലപ്പ് റൺസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാവുന്ന സമയത്ത്, കാരണം ഇവരുടെ എല്ലാം കൊളാബറേഷനിലാണ് നടക്കുന്നത്. ദെൻ സപ്ലൈ ഓഫ് എക്സിപ്പിയൻസ് ഡ്രഗ് cleared by the quality control division can be drawn from the more spacious area provided
ടു ദ പ്രൊഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിലൊക്കെ പോസിബിൾ ആണ്. ആക്സസ് ടു ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ ഈസ് പ്രൊവൈഡഡ് ഫോർ എക്യുപ്മെന്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ആസ് വെൽ as മെയിൻ്റനൻസ് ആസ് വെൽ as റിപ്പയർ. GMP പ്രകാരം അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഈ പ്രൊഡക്ഷൻ ഏരിയയിൽ ഉണ്ടായിരിക്കണം. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ്? Frequency of direct interaction of formulator with the production personnel in the manufacturing area will be reduced. കാരണം ഇവിടെ ഇതിൽ കുറേ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓരോ ജോലിക്കും ഓരോരുത്തർ അസൈൻ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലേറ്ററും ഈ പ്രൊഡക്ഷൻ പേഴ്സണലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയാനുള്ള ചാൻസസുകളുണ്ട്. എനി പ്രോബ്ലം ഇൻ മാനുഫാക്ചറിംഗ് വിൽ ബി ഡയറക്റ്റഡ് ടു ഓൺ പൈലറ്റ് പ്ലാൻ പേഴ്സണൽ ഓൺലി. ആരാണോ അവിടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് മാത്രമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ദിസ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് called GMP, Good Manufacturing Work, Transfer of Analytical Method of Quality Assurance, because ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാറ്റൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ ഒരു പ്രൊഡക്റ്റോ അവരുടെ ഏരിയ, മാർക്കറ്റിംഗ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡ് അതൊക്കെ ക്വാളിറ്റി അതാത് ഇൻഡസ്ട്രിയിലുള്ള ക്വാളിറ്റി അഷ്യൂറൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു റിവ്യൂ ദ പ്രോസസ് ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് അവൈലബിൾ ഇൻ ദ ക്വാളിറ്റി അഷ്യൂറൻസ് ഓഫ് ദി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന അവർക്ക് അതുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് വരുത്തണം. പേഴ്സണൽ ഷുഡ് ബി ട്രെയിൻ ടു പെർഫോം ദ ടെസ്റ്റ്. Reliability of test should be checked, and at least assay procedure should be reviewed before the transfer of the technology. So these are the different GMP requirement for pilot plant scale up techniques. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും എന്തൊക്കെയാണ് ജനറൽ റിക്വയർമെന്റ്സ് ഓഫ് പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ്, അതുപോലെ GMP റിക്വയർമെന്റ് ഓഫ് പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Thank you for watching this video.